പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിന് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 10-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി അതാതിടങ്ങളിൽ ഏവരും സൗഖ്യത്തോടും ആരോഗ്യത്തോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 1 നാം ഇപ്രകാരം വായിക്കുന്നു: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തന്നോടൊപ്പം ഗമിക്കുന്ന തന്റെ ശിഷ്യന്മാരോടും ദൈവജനം കേൾക്കുവാനായി അടുത്തു വരുന്നവരോടുമായി പല നിലകളിൽ സംസാരിച്ചു. അതിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഈ ഭാഗത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, അത് വളരെ ഗൗരവമായിട്ട് ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. അതാണ് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. അവിടെ ഒരു വിധവ, ആ വിധവയുടെ പ്രശ്നം ന്യായാധിപനോട് പറയുന്നു. ന്യായാധിപന് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല. പക്ഷേ ഈ വിധവ ആവശ്യക്കാരിയായതിനാൽ തന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി തന്നെ രക്ഷിക്കണമെന്ന് നിരന്തരമായി ഒരു മടുപ്പും കൂടാതെ ഈ സ്ത്രീ ഈ ന്യായാധിപനോട് ആവശ്യം ഉന്നയിക്കുകയാണ്. ഈ ന്യായാധിപന്റെ സ്വഭാവം ആ ഗ്രാമത്തിലുള്ളവർക്കും പ്രത്യേകിച്ച് ഈ വിധവയ്ക്കും അറിയാം. ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ വകവെക്കുന്നതുമല്ല. എന്നാലും തന്റെ പ്രതിയോഗി തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഈ ന്യായാധിപന് മാത്രമേ തന്റെ പ്രതിയോഗിയെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ സ്ത്രീ മനസ്സിലാക്കിയപ്പോൾ ഈ ന്യായാധിപൻ ആരാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ്, ഇതൊന്നും തനിക്ക് വിഷയമല്ല. തന്റെ കാര്യം പൂർത്തീകരിച്ച് കിട്ടുന്നിടം വരെ ആ സ്ത്രീ ന്യായാധിപനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അവസാനം ഈ സ്ത്രീയുടെ ശല്യം സഹിക്കാതെ ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല. പക്ഷേ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ന്യായാധിപന് ഈ വിധവയെ ഭയക്കേണ്ടതായി വന്നു. ഒടുവിൽ അവൾ വന്ന് എന്റെ മുഖത്തടിക്കും. താൻ ആ സ്ത്രീയെ ഭയപ്പെടുന്നു, നാണക്കേട് തന്നെ അലട്ടുന്നു, സമൂഹത്തിലുള്ള തന്റെ സ്ഥാനത്തിന് കോട്ടം സംഭവിക്കുമെന്ന് താൻ തിരിച്ചറിയുന്നു. തന്മൂലം ഈ ന്യായാധിപൻ ഇറങ്ങി ആ സ്ത്രീക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയാണ്. ഇതാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണം. ഈ പ്രഭാതത്തിൽ ഈ സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നവരാണോ? ഞാൻ വളരെ സത്യസന്ധമായി പ്രഭാതത്തിൽ പറയട്ടെ,
നിശ്ചയമായും മടുത്തു പോകുന്നവരാണ്. എങ്ങനെയാണ് മടുക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം പ്രതീക്ഷിക്കുന്ന നിലയിൽ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിച്ചില്ല എങ്കിൽ, നടന്നില്ല എങ്കിൽ നമ്മുടെ രൂപവും ഭാവവും മാറും. അല്ല, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നീക്കുപോക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല എങ്കിൽ, അത്ര വലിയ തൃപ്തിയില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകും, ആരാധനയ്ക്ക് പോകും, മാസത്തിൽ ഒരു പ്രാവശ്യം വിശുദ്ധ മേശ കൈക്കൊള്ളും, കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ കൂടും. കുറച്ചുകൂടൊക്കെ കാര്യങ്ങൾ പോകുവാണെങ്കിൽ ഇതിന്റെ ഡെൻസിറ്റി അല്പം കൂടെ വർദ്ധിക്കും. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ നിരാശരായി പ്രാർത്ഥനയൊക്കെ അങ്ങ് നിന്നുപോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു കാരണവശാലും നിന്നു പോകരുത്, മടുത്തു പോകരുത്. പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പല ചോദ്യങ്ങൾ ചോദിച്ചേക്കാം, പലതിനും നിങ്ങൾക്ക് ഉത്തരമില്ല. പക്ഷേ പ്രാർത്ഥന നിന്നു പോകരുത്, മടുത്തു പോകരുത്. എന്നെ കേൾക്കുന്ന സുവിശേഷ വേലയിലുള്ള ദൈവജനമേ, പ്രതികൂലത്തിന്റെ, പ്രതിസന്ധിയുടെ, നിന്ദയുടെ, പഴിയുടെ, പ്രതിബന്ധങ്ങളുടെ നീണ്ട നിരയാണ് മുൻപിൽ. മടുത്തു പോകരുത്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലയോ നമ്മെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. പൗലോസ് വീണ്ടും പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ അകന്നിരിക്കാവൂ. അപ്പോൾ മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കണമെന്നതിന് വിശുദ്ധ വചനം വളരെ ശക്തമായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് മടുത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇത്രയും കാലം പ്രാർത്ഥിച്ചു, സകല കൗമായും ചൊല്ലി, ഒരു കുർബാനയും വിട്ടില്ല, ഒരു കുരിശും വരയ്ക്കാതെ ഇരുന്നില്ല, ഒരു ഉപവാസ പ്രാർത്ഥനയും മുടങ്ങിയിട്ടില്ല, ദശാംശം കൃത്യമായി കൊടുത്തു, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്റെ കാര്യത്തിന് ഒരു നീക്കമില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ മതി, ഇതിന്റെ അനുഗ്രഹം മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥന മടുത്തുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് താങ്കളോട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി ആലോചന പറയുന്നു. ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഈ വിധവയായ സ്ത്രീയെ പോലെ നമ്മുടെ മുൻപിൽ ആരാണ്, എന്താണ് എന്നുള്ളത് ഒരു വിഷയമല്ല. നമ്മുടെ വിഷയം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. അതിന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രത്യേകാൽ എൻ്റെ യുവജന സുഹൃത്തുക്കളെ, കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തു പോകുന്നവരാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിലെ 99% ആളുകളും. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അതല്ല. എന്റെ കർത്താവ് എന്റെ വിഷയത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ മറുപടി നൽകിയാലും നൽകിയില്ലെങ്കിലും എന്റെ പ്രാർത്ഥനാ ജീവിതം നിന്നു പോകുകയില്ല, അവസാനിക്കുകയില്ല, മടുക്കുകയില്ല. ഞാനത് നിർബാധം തുടരുക തന്നെ ചെയ്യും. വിവിധ വിഷയങ്ങളിൽ വ്യാകുലപ്പെട്ട് ഭാരത്തോടെ, പ്രയാസത്തോടെ ഇനി ഞാൻ എന്തിന് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇനി ഞാൻ എത്രയും കൂടെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള നിരവധി ചോദ്യവുമായി ഇന്ന് എന്നെ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഇതിനെല്ലാം കൂടെ ഒറ്റ മറുപടിയേ ഉള്ളൂ. യേശു കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സെപ്റ്റംബർ മാസത്തിന്റെ 10-ാം തീയതി കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ
പലപ്പോഴും പല കാര്യങ്ങളിൽ ഞങ്ങൾ മടുത്തു പോകുന്നവരാ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ മടുത്ത് പിന്മാറുന്നവരാ. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായി സ്തോത്രം. ഒരു കാരണവശാലും ഞങ്ങൾ മടുത്തു പോകാതെ, പിന്മാറാതെ, വിശ്വാസത്തോടും പ്രത്യാശയോടും പ്രാർത്ഥനാ ജീവിതം മുൻപോട്ട് നയിക്കണമെന്നുള്ള ഈ വലിയ വെല്ലുവിളി ഇതാ ഞങ്ങൾ ശിരസ്സ വഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ദൈവവചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ സമ്പുഷ്ടമാക്കി ദൈവകൃപയോടെ മുന്നേറുവാൻ ഇന്നത്തെ ദിനം ഞങ്ങളെ ഏവരെയും ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ശാരീരിക കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ലോക ജീവിതത്തിന് ഭക്ഷണം, വായു, വെള്ളം എന്നിവ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതുപോലെയാണ്, അതിലേറെയാണ് വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രാർത്ഥനയിൽ മടുപ്പുളവാകാതെ വിശ്വാസത്തിൽ തീഷ്ണതയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനാ ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. അങ്ങനെ പ്രതികൂലങ്ങളിൽ ദൈവത്തിന്റെ കൃപ അനുകൂലമായി നമ്മുടെ മേൽ പകർന്ന് ഇന്നിന്റെ പ്രതികൂലങ്ങളെ മുഴുവനും അതിജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്താൽ ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളനി. God bless us all.